ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് സാദമാണ്. തമിഴ്നാട്ടിലാണ് തൈര് സാദത്തിൻ്റെ പിറവി. അതീവ രുചികരവും ഉണ്ടാക്കാൻ ഏറെ എളുപ്പവുമാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ആദ്യം 2 സ്പൂൺ നെയ്യ് ചൂടാക്കുക. നെയ്യ്ക്ക് പകരം മറ്റേത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്യാണ്. നെയ്യ് നന്നായി ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ് ചേർക്കുക. പിന്നീട് വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് മൂപ്പിക്കുക. ഉഴുന്ന് പരിപ്പിൻ്റെ കളർ ചുവന്ന നിറത്തിലാകുന്നത് വരെയാണ് പാകം. ഇനി ഇതിൽ 1 കപ്പ് തൈര് ചേർക്കുക. നിങ്ങൾക്ക് കൂടുതൽ തൈര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇത് ഇത്തിരി നേരം ചൂടാക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ചേർക്കുക. ഞാനിവിടെ പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ വെന്ത അരി ഉപയോഗിച്ചാലും തൈര് സാദം ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ തൈര് സാദം തയ്യാറായി. താങ്ക് യു എവരിവൺ.